So hello guys, my name is Nikhil. So നമ്മൾ കാൽക്കുലസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. സോ നമ്മുടെ കാൽക്കുലസിൽ തന്നെ വരുന്ന ചെറിയൊരു ടേം ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, കോൾഡ് ആസ് മാക്സിമ ആൻഡ് മിനിമ. ഓക്കെ, അതായത് നമ്മൾ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ചില ചാപ്റ്റേഴ്സിൽ നമ്മൾ ഈ ടേം എപ്പോഴും കാണും, ഈ മാക്സിമ മിനിമ ടേം കാണുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വർക്ക് എനർജി, പവർ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതുപോലത്തെ ചാപ്റ്റേഴ്സിനെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസിൽ ഈ ടേം കാണും, മാക്സിമ മിനിമ. ഓക്കെ, മാക്സിമ കണ്ടുപിടിക്കാൻ പറയും അല്ലെങ്കിൽ മിനിമ കണ്ടുപിടിക്കാൻ പറയും. പക്ഷേ എന്താണ് ഈ ടേം, എന്താണ് ഈ സംഭവം, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഡിഫറൻസിയേഷൻ നമ്മൾ പഠിച്ചല്ലോ. അപ്പം ഡിഫറൻസിയേഷൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ആണ് ഈ മാക്സിമം മിനിമ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറൻസിയേഷൻ്റെ തന്നെ നേരെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മാക്സിമം ആൻഡ് മിനിമ. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ അറിയാമെന്ന് വിചാരിക്കുക, ലൈക്ക് y is equal to sin x. ഓക്കെ, ഇതൊരു ഫംഗ്ഷൻ ആണല്ലോ. y is equal to sin x ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സൈൻ എക്സിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചാൽ അല്ലേ, സൈൻ എക്സിൻ്റെ മാക്സിമം വാല്യൂ ഇസ് +1 അല്ലേ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൻ്റെ മാക്സിമം വാല്യൂ നമുക്കറിയാം, this maximum value is maximum value of y എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ സൈൻ എക്സിൻ്റെ വാല്യൂ അത് എത്രയാ? ദാറ്റ് ഈസ് ഈക്വൽ ടു +1 ആണ് നമുക്കറിയാം അല്ലേ. +1 ആണല്ലോ. സൈൻ എക്സിൻ്റെ മിനിമം വാല്യൂ എത്രയാ? ഈ ഫംഗ്ഷൻ്റെ y is equal to sin x എന്ന് പറയുന്ന ഫംഗ്ഷനിൻ്റെ മിനിമം വാല്യൂ എത്രയാണ്? സൈൻ എക്സിൻ്റെ മിനിമം വാല്യൂ 0 ആണോ? ചിലർ പറയും സർ 0 ആണ്. 0 അല്ല, -1 ആണ് കേട്ടോ. സൈനിൻ്റെ മാക്സിമം വാല്യൂ +1ഉം മിനിമം വാല്യൂ എത്രയാ? -1 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് മിനിമം വാല്യൂ ഓഫ് y എത്രയാണ്? -1 അല്ലേ. വേണേൽ ഇതിൻ്റെ ഗ്രാഫൊക്കെ വരച്ച് കാണിക്കാം. നമ്മുടെ സൈൻ വേവിൻ്റെ ഗ്രാഫൊക്കെ പഠിച്ചിട്ടുണ്ടോ? സൈൻ വേവിൻ്റെ സൈൻ ഫംഗ്ഷനിൻ്റെ വേവ് ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ പീരിയോഡിക് മോഷൻ, നമ്മൾ ഓസിലേഷൻ ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെ പീരിയോഡിക് മോഷന് വരയ്ക്കുന്ന അതേ ഗ്രാഫാണ് സൈനിൻ്റെ ഗ്രാഫ്. ഓക്കെ, എങ്ങനത്തെ ഗ്രാഫാണ് കണ്ടിട്ടുണ്ടോ? അത് ഇതുപോലത്തെ ഗ്രാഫാണ് കണ്ടോ, ഇതുപോലത്തെ ഒരു ഗ്രാഫാണ് സൈൻ വേവിൻ്റെ സൈൻ ആക്സ്, ദാറ്റ് ഈസ് സൈൻ ഫംഗ്ഷനിൻ്റെ വാല്യൂസിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ പീരിയോഡിക് മോഷൻ പോലത്തെ ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. ഓക്കെ, അതിൽ y ആക്സിസ് നമ്മുടെ വൈയും പിന്നെ എക്സ് ആക്സിസ് നമ്മുടെ എക്സ്, ദാറ്റ് ഈസ് ആംഗിൾ. ഓക്കെ, എക്സ് ആക്സിസിലെ ആംഗിൾ ആണ്, y ആക്സിസ് സൈൻ എക്സിൻ്റെ വാല്യൂ, y എന്തുവാ? സൈൻ എക്സ് ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കറിയാം സൈൻ്റെ വാല്യൂ ആംഗിൾ കൂടുമ്പോഴത്തേക്കും സൈൻ്റെ വാല്യൂ കൂടും അല്ലേ. തീറ്റാൻ്റെ വാല്യൂ കൂടുമ്പോൾ സൈൻ്റെ വാല്യൂ കൂടും. എന്നിട്ട് തീറ്റാൻ്റെ വാല്യൂ 90 ഡിഗ്രി ആകുമ്പോൾ സൈൻ്റെ വാല്യൂ മാക്സിമം ആണ്. എത്രയാ? +1 അല്ലേ. അപ്പോൾ സൈനിൻ്റെ മാക്സിമം വാല്യൂ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതാണ് സൈൻ്റെ മാക്സിമം വാല്യൂ, കണ്ടോ അല്ലേ. ഇത് സൈൻ്റെ മാക്സിമം വാല്യൂ, ഇത് എത്രയാ? ദിസ് ഇസ് +1 അല്ലേ. ഈ വാല്യൂ +1 ആണ്, +1 അല്ലേ. ഈ ആംഗിൾ എത്രയാ? സൈനിൻ്റെ മാക്സിമം വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? ദിസ് ഇസ് π/2 അല്ലേ. പഠിച്ചിട്ടുണ്ട് നമ്മൾ π/2 അല്ലേ. ഈ ആംഗിൾ എത്രയാണ്? ഇത് 0 അല്ലേ, ഇത് 0. ഈ ആംഗിൾ എത്രയാ? ദിസ് ഇസ് π അല്ലേ. പിന്നെ അതായത് സൈൻ്റെ വാല്യൂ 0 എന്ന് തുടങ്ങി 90 വരെ ആകുമ്പോഴത്തേക്ക് കൂടും. 90 ആകുമ്പോൾ മാക്സിമം എത്രയാണ്? +1. തീറ്റയുടെ വാല്യൂ പിന്നെയും കൂടുമ്പോൾ 90 ഫർദർ ആംഗിൾ കൂടുമ്പോൾ 100, 110, 120 അങ്ങനെ വാല്യൂ കൂടുമ്പോൾ തീറ്റയുടെ വാല്യൂ പിന്നെ സൈൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നല്ലേ. കുറഞ്ഞ് വാല്യൂ പൈലെത്തുമ്പോൾ ആംഗിൾ സൈൻ പൈൻ്റെ വാല്യൂ എത്രയാണ്? സൈൻ 180ൻ്റെ വാല്യൂ എത്ര? 0 ആണല്ലേ. അപ്പം 180 എത്തിയപ്പോഴത്തേക്കും വാല്യൂ എത്രയായി? 0 ആയി. തീറ്റ പിന്നെയും കൂടുമ്പോൾ പിന്നെ വാല്യൂ നെഗറ്റീവിലേക്കാണ് പോകുന്നത്. 180 കഴിഞ്ഞ് പിന്നെ സൈൻ 190, 200, 220 അങ്ങനെ വാല്യൂ വരുമ്പോൾ പിന്നെ നെഗറ്റീവാണ് പോകുന്നത്. എന്നിട്ട് കുറഞ്ഞ് അതൊരു മിനിമം വാല്യൂ എത്തും അല്ലേ. ആ മിനിമം വാല്യൂ ആണ് ഇത്, കണ്ടോ. സൈനിൻ്റെ മിനിമം വാല്യൂ എത്രയാണ്? ഇതാണ് സൈൻ്റെ മിനിമം വാല്യൂ, എത്രയാണ്? -1 അല്ലേ. നമ്മൾ പറഞ്ഞു -1. ആ -1 വരുന്ന ആംഗിൾ, ദിസ് ആംഗിൾ, ഈ മിനിമം ആംഗിൾ ഇസ് ഇതെത്രയാണ്? 3π/2 അല്ലേ. 3π/2 പിന്നെ കൂടുമ്പോൾ ആംഗിൾ പിന്നെയും 2π ആവും ആൻഡ് ദ ആംഗിൾ ബിക്കംസ് ആൻഡ് ദ വാല്യൂ ബിക്കംസ് 0 അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സൈനിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ്, കണ്ടോ. അതായത് 0 എന്ന് തുടങ്ങി അല്ലേ, 0 എന്ന് തുടങ്ങി
സൈൻ്റെ വാല്യൂ കൂടും, 90 ഡിഗ്രി ആകുമ്പോഴത്തേക്കും സൈൻ്റെ വാല്യൂ മാക്സിമം അല്ല എത്രയാണിത് +1 അല്ലേ. എന്നിട്ട് പിന്നെ തീറ്റ കൂടുമ്പോൾ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. പൈ എത്തുമ്പോഴത്തേക്കും സൈൻ്റെ വാല്യൂ എന്തായി 0 ആയി അല്ലേ. എന്നിട്ട് പിന്നെയും കൂടുമ്പോഴത്തേക്കും സൈൻ്റെ വാല്യൂ 3π/2 ആകുമ്പോൾ 3π/2 എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി 270 ഡിഗ്രി അല്ലേ. 270 ഡിഗ്രി ആകുമ്പോൾ സൈൻ്റെ വാല്യൂ -1 ആണ്, മിനിമം വാല്യൂ ആണ് എന്ത് -1. പിന്നെ വാല്യൂ കൂടുമ്പോഴത്തേക്കും പിന്നെ അത് 360 അല്ലെങ്കിൽ 2π ആകുമ്പോഴത്തേക്കും 0 ആവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിമം മിനിമം അല്ലേ. ഇത് മാക്സിമം മിനിമം ആണ്. അപ്പോൾ എന്താണ് ഈ മാക്സിമം, എന്താണ് മിനിമം? ഇതെങ്ങനെ നോക്കാം. അതായത് നമുക്കറിയാം സർ സൈനിൻ്റെ മാക്സിമം വാല്യൂ +1 ആണ്. അപ്പോൾ ഈ വൈൻ്റെ വാല്യൂ +1 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്തൊന്ന് പുട്ട് ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഫംഗ്ഷനിൽ വൈ എന്താണ്, വൈ സൈനിൻ്റെ ഫംഗ്ഷൻ അല്ലേ, വൈ സൈനിൻ്റെ ഫംഗ്ഷൻ ആണ്. എക്സിൻ്റെ വാല്യൂ എന്താ, എക്സ് എന്ന് പറയുമ്പോൾ ആംഗിൾ അല്ലേ, നമ്മളിവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. എക്സിൻ്റെ വാല്യൂ ആംഗിൾ ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്തോന്ന് പുട്ട് ചെയ്താൽ ഇവിടെ മാക്സിമം വാല്യൂ +1 എന്ന് കിട്ടും. നമുക്കറിയാം ആ ആംഗിൾ എത്രയാണ് π/2 ആ, ശരിയല്ലേ. അപ്പോൾ ഈ ഇക്വേഷനിൽ ആംഗിളിൻ്റെ വാല്യൂ π/2 എന്ന് പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൈനിൻ്റെ വാല്യൂ മാക്സിമം കിട്ടും എത്രയാണ് +1. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ പറയുന്ന പേരാണ് മാക്സിമ. ക്ലിയർ ആണല്ലോ. അതായത് ഒരു ഫംഗ്ഷൻ y sin x വൈൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ് +1 ആണ്. ദാറ്റ് sin x മാക്സിമം വാല്യൂ +1 ആണ്. ആ മാക്സിമം വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ പുട്ട് ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ ആണ് എന്ത് മാക്സിമ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അതുപോലെ ഇവിടെ വൈൻ്റെ മിനിമം വാല്യൂ എത്രയാണ്, sin x മിനിമം വാല്യൂ -1 ആണ്. ആ ഈ -1 കിട്ടാൻ വേണ്ടി ഈ -1 വൈൻ്റെ വാല്യൂ -1 കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ ആംഗിളിൻ്റെ വാല്യൂ എത്രയെന്ന് പുട്ട് ചെയ്യണം. ഇത് നോക്കുമ്പോൾ 3π/2 അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ x becomes 3π/2. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ 3π/2 ആണ് എന്ത് ഇവിടുത്തെ മിനിമ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ മിനിമം വേറെ, മിനിമ വേറെ, മാക്സിമം വേറെ, മാക്സിമ വേറെ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു ഫംഗ്ഷനിനെ ഒരു ഫംഗ്ഷൻ്റെ ഒരു മാക്സിമം വാല്യൂ കാണും. ആ മാക്സിമം വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ പുട്ട് ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ ആണ് ഇത് മാക്സിമ എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷനിൻ്റെ മിനിമം വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ പുട്ട് ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ ആണ് എന്ത് മിനിമ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഈ വാല്യൂ കണ്ടോ, ഈ വാല്യൂ ഇതാണ് എന്ത്, ഈ കേസിൽ ഇതാണ് എന്ത് മാക്സിമ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഈ വാല്യൂ ആണ് എന്ത്, ദിസ് ഇസ് മിനിമ. ഓക്കെ. അപ്പോൾ ഇത് ഡിഫറൻസിയേഷൻ ആയിട്ട് എന്താ ബന്ധം നമുക്ക് നോക്കാം. അതായത് ഒരു ഫംഗ്ഷനുണ്ട്, ഈ മാക്സിമ മിനിമൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മൾ മാക്സിമം മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്നത്? കാരണം മാക്സിമം മിനിമൻ്റെ വാല്യൂ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നമ്മൾ പുട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ നമുക്ക് കിട്ടും അല്ലേ. നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇക്വേഷനിൽ പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടും, ശരിയല്ലേ. അപ്പോൾ മാക്സിമം അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ. മിനിമം വാല്യൂ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ 2 പോയിന്റ്സേ ഉള്ളൂ, വലുതായിട്ട് ഓർക്കാനൊന്നുമില്ല. ഫസ്റ്റ് പോയിന്റ് ഇസ് മാക്സിമയുടെ മിനിമയുടെ സ്ലോപ്പ് ഓഫ് ഗ്രാഫ് അറ്റ് മാക്സിമ ആൻഡ് മിനിമ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് dy/dx അല്ലേ. നമ്മൾ പഠിച്ചാണ് dy/dx. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ dy/dx ആണ് അല്ലേ. അത് 0 ആയിരിക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രാഫിൽ മാക്സിമ മിനിമ ഇത് നമ്മൾ ടാൻജന്റ് വരച്ച് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ ആ വാല്യൂ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. വേണം ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ മാക്സിമ, ഈ വാല്യൂ നമ്മുടെ മാക്സിമ അല്ലേ. ഇതാണ് എന്ത് മിനിമ, ഇത് മാക്സിമ, ഇത് മിനിമ. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഒരു പോയിന്റിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന തീറ്റേൻ്റെ ടാൻ ആണ് എന്ത് സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടെ എന്ത് വരും? ഇത് നോക്കിയേ, ഇതല്ലേ നമ്മുടെ ടാൻജന്റ്. ഈ ടാൻജന്റ് എക്സ് ആക്സിസുമായിട്ട് എങ്ങനെയാണ് പാരലൽ. അപ്പോൾ തീറ്റ എത്ര ഈ കേസിൽ? തീറ്റ 0 ആണ്. അപ്പോൾ തീറ്റ 0 ആണെങ്കിൽ ടാൻ തീറ്റ എത്ര ആയിരിക്കും? ടാൻ 0 എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് എത്രയാണ്? സ്ലോപ്പ് 0 ആണ്. അതുപോലെ ഇവിടെയും സെയിം തന്നെ അല്ലേ. മിനിമയിൽ നമ്മൾ ടാൻജന്റ് വരയ്ക്കുമ്പോൾ മിനിമ വരുന്ന പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കുമ്പോൾ സ്ലോപ്പ് 0 ആണ്. അപ്പോൾ സ്ലോപ്പ് 0 ആണെങ്കിൽ അതാണ് ഫസ്റ്റ് പോയിന്റ്. മാക്സിമയിലും മിനിമയിലും സ്ലോപ്പ് എപ്പോഴും എത്രയാണ്? 0 ആണ്. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ദാറ്റ് ഈസ് dy/dx അല്ലേ. dy/dx എന്താ? ഡിഫറൻസിയേഷൻ ആണ് അല്ലേ. അപ്പോൾ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം മിനിമയുടെ വാല്യൂസിൽ അതിന് എപ്പോഴും വാല്യൂ എത്ര ആയിരിക്കും? 0 ആയിരിക്കും, ശരിയല്ലേ. അപ്പോൾ dy/dx അറ്റ് മാക്സിമം ആൻഡ് മിനിമം എപ്പോഴും എത്രയാണ്? 0 ആണ്. dy/dx സ്ലോപ്പ് തന്നെയാണ്, ദാറ്റ് ഈസ് ഡിഫറൻസിയേഷൻ. ഓക്കെ. സെക്കൻഡ് പോയിന്റ് du²/dx² അല്ലെ d²y/dx² അറ്റ് മാക്സിമ will be negative.
ഓക്കെ, ആൻഡ് ഡി യു സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ അറ്റ് മിനിമ വിൽ ബി പോസിറ്റീവ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ക്ലിയർ അല്ലേ? അതായത് മാക്സിമയിൽ നമ്മൾ പഠിച്ചു സർ, മാക്സിമയിൽ സ്ലോപ്പ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. മിനിമയിൽ സ്ലോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ അതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. നമ്മൾ ഡബിൾ ഡിഫറൻഷിയേഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിനെ ഈ ഡി വൈ ബൈ ഡി എക്സിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ആ പോയിന്റ് മാക്സിമം ആയിരിക്കും. കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ഫംഗ്ഷനിൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0 ആണെങ്കിൽ അത് ഒന്നെങ്കിൽ മാക്സിമം ആയിരിക്കും അല്ലെ മിനിമം ആയിരിക്കും അല്ലേ? അപ്പോൾ അതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡബിൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എന്താ? മാക്സിമ. പോസിറ്റീവ് ആണെങ്കിൽ മിനിമം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ത്? മാക്സിമം മിനിമം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ സെറ്റ് ആവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഈ ഫംഗ്ഷൻ തന്നെ എടുക്കാം. y is equal to sin x. y is equal to sin x. ഇതിനെ മാക്സിമം വാല്യൂ +1 ആണെന്നും മിനിമം വാല്യൂ -1 ആണെന്നും നമുക്ക് അറിയാം. പക്ഷെ അത് കണ്ടുപിടിച്ച് നോക്കാം നമ്മുടെ ഈ തിയറി വെച്ചിട്ട്. ഓക്കെ, അതായത് ഫൈൻഡ്, ക്വസ്റ്റ്യൻ ഇതാണ് സെയിം തന്നെ, ഫൈൻഡ് മാക്സിമ ആൻഡ് മിനിമ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം മാക്സിമയിലും മിനിമയിലും ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എപ്പോഴും എത്രയാണ്? 0 ആണ് അല്ലേ? അപ്പോൾ ഇതിനെ ഡി വൈ ബൈ ഡി എക്സ് എത്ര എന്ന് വരും? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് വരും. സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് കിട്ടും അല്ലേ? നമ്മൾ പഠിച്ചാണ് സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് ആണ് കിട്ടുന്നത്. ഇനി മാക്സിമം മിനിമം ആകുമ്പോൾ ഇതിന് വാല്യൂ എത്രയെന്ന് പുട്ട് ചെയ്യണം? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് is equal to 0 അല്ലേ? therefore cos x എന്തായിരിക്കും? 0 ആയിപ്പോൾ അല്ലേ? dy by dx അല്ലേ cos x? dy by dx ആണ് cos x. അതിന് വാല്യൂ 0 എന്ന് പൊട്ടിയ. അപ്പോൾ cos x ന് വാല്യൂ 0 എന്നായിപ്പോൾ അല്ലേ? ഇനി cos x ന് വാല്യൂ 0 ആണെങ്കിൽ x ന് വാല്യൂ എന്തൊക്കെ വരും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോസ് എപ്പോഴൊക്കെയാണ് 0 ആവുന്നത്? ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു π/2 അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കോസ് 90 ഡിഗ്രിയിൽ കോസ് 90 എത്രയാണ്? 0 ആണ് അല്ലേ? അപ്പോൾ കോസ് എക്സിൻ്റെ വാല്യൂ 0 വരണമെന്നുണ്ടെങ്കിൽ എക്സ് ഒന്നെങ്കിൽ π/2 ആയിരിക്കും, അല്ല അടുത്തൊരു ആംഗിളാണ് 3π/2. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 3π/2 ചെയ്ത് നോക്കുമ്പോഴും കോസിൻ്റെ വാല്യൂ 0 ആണ് വരുന്നത്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചാൽ അല്ലേ? ദാറ്റ് ഈസ് കോസ് 180 + 90 ആയിട്ട് എഴുതാം. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും 270 അല്ലേ? അപ്പോൾ കോസ് 180 + 90 എന്ന് വരും. അപ്പോൾ കോസ് 90 എന്ന് വരും അല്ലേ? കോസ് 90 എത്ര തന്നെയാണ്? 0 തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂസ് പോസിബിൾ അല്ലേ? നോക്കുമ്പോൾ ഇവിടെ രണ്ട് വാല്യൂസ് ഉണ്ട്. ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു π/2, പിന്നെ എക്സ് ഇസ് ഈക്വൽ ടു 3π/2 അല്ലേ? അപ്പോൾ രണ്ട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഒന്ന് മാക്സിമം ആയിരിക്കും, അടുത്തത് മിനിമം ആയിരിക്കും. അപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക? ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ d² y ബൈ ഡി എക്സ് സ്ക്വയർ, d² y ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ d ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എടുത്താൽ പോരെ? d ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എടുത്താൽ മതി അല്ലേ? ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ സൈൻ എക്സ് കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് കിട്ടും അല്ലേ? മൈനസ് സൈൻ എക്സ് കിട്ടും. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ്, നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തുവാ? മൈനസ് സൈൻ എക്സ് ആണ്. ഇനി ഈ വാല്യൂ നമ്മൾ പുട്ട് ചെയ്ത് നോക്കണം. ഈ എക്സിൻ്റെ വാല്യൂ പുട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ മിനിമം ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം ആയിരിക്കും അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് ആദ്യം π/2 പുട്ട് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ എന്തെന്ന് വരും? ദാറ്റ് ഈസ് മൈനസ് ഓഫ് സൈന് π/2 അല്ലേ? മൈനസ് ഓഫ് സൈൻ π/2 എത്രയാണ്? π/2 നമുക്കറിയാം 90 ഡിഗ്രി, ദാറ്റ് ഈസ് 1 അല്ലേ? സൈൻ 90 1 ആണ്. അപ്പോൾ ഒരു നെഗറ്റീവ് സൈൻ കൂടി ഉണ്ട്. അപ്പോൾ എന്തെന്ന് വരും? -1 എന്ന് വരും അല്ലേ? അപ്പോൾ നോക്കിയേ, സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ നമുക്ക് നെഗറ്റീവ് കിട്ടി. നെഗറ്റീവ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ വാല്യൂ എന്താണ്? ദിസ് π/2 ഈസ് മാക്സിമം അല്ലേ? അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തല്ലേ? ഇനി സൈൻ എക്സിൻ്റെ വാല്യൂ 3/π ഇടുമ്പോഴോ സൈൻ്റെ വാല്യൂ 3π/2 ഒന്ന് പുട്ട് ചെയ്ത് നോക്കിയേ. അപ്പോൾ എന്തെന്ന് വരും? സൈന് 3π/2ൻ്റെ വാല്യൂ എത്രയാണ്? സൈൻ 3π/2ൻ്റെ വാല്യൂ -1 അല്ലേ? ചെയ്ത് നോക്കിയാൽ മതി. സൈൻ 180 + 90 എന്ന് വരും. അപ്പോൾ സൈന് 90 എന്ന് വരും, പക്ഷേ തേർഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ നെഗറ്റീവ് എന്നാവും ഇപ്പോൾ അല്ലേ? അപ്പോൾ -1 എന്ന് വരും. പുറത്ത് ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് ഓഫ് -1 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു +1 എന്ന് വരും. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അത് എന്തുമായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്? ഇത് മാക്സിമം അല്ലേ? അപ്പോൾ ദിസ് ഈസ് മാക്സിമം.
നമ്മൾ പുട്ട് ചെയ്ത എക്സിൻ്റെ വാല്യൂ എന്തുവാ? എക്സിൻ്റെ വാല്യൂ ഇസ് 3π/2 അല്ലേ? അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് മിനിമം ആയിരിക്കും. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വാല്യൂ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഈ എക്സിൻ്റെ വാല്യൂ, ഈ എക്സിൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ നമുക്ക് കിട്ടി. ആ മാക്സിമം മിനിമം നമ്മൾ ഈ ഇക്വേഷനകത്ത് പുട്ട് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ്റെ എന്ത് കിട്ടും? മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ത്? മാക്സിമം മിനിമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ, അതായത് ഒരു ഫംഗ്ഷനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മാക്സിമയില് മിനിമയില് ഡിഫറൻഷിയേറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതിനൊന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ മാക്സിമ, പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ മിനിമം ആയിരിക്കും. തിരിഞ്ഞു പോകണ്ട, പലപ്പോഴും തിരിഞ്ഞു പോകാറുണ്ട്. മാക്സിമ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കും, മാക്സിമം നെഗറ്റീവ് ആണ്, മിനിമം ആണ് പോസിറ്റീവ് വരുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അപ്പോൾ സെറ്റ് ആവും. ഫോർ എക്സാമ്പിൾ ഇതേ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മാക്സിമ ആൻഡ് മിനിമ at which y is maximum or minimum. Okay, എന്താ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് മാക്സിമ ആൻഡ് മിനിമ at which y is maximum or minimum. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, നമുക്ക് മാക്സിമം ഓർ മിനിമൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ dy/dx ദാറ്റ് ഈസ് ഈക്വൽ ടു d/dx ഓഫ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ sin x പ്ലസ് റൂട്ട് ഓഫ് 3 cos x എന്ന് വരും അല്ലേ? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് എന്ന് വരും. കോസ് എക്സ് പ്ലസ് √3 കോമൺ എടുക്കാം, √3 പുറത്ത് എടുക്കാം അല്ലേ? അത് കോൺസ്റ്റന്റ് ആണ്. കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റു മൈനസ് സൈൻ എക്സ് എന്ന് വരും. മൈനസ് സൈൻ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് √3 എക്സ് എന്ന് വരും. ഇതാണ് എന്ത്? dy/dx എന്ന് പറയുന്നത്. ക്ലിയർ അല്ല? അപ്പോൾ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടി. ഇനി നമുക്കറിയാം മാക്സിമം മിനിമം ആകുമ്പോൾ ഈ വാല്യൂ എത്ര ആയിരിക്കും? 0 ആയിരിക്കും അല്ലേ? സോ എറ്റ് മാക്സിമ ആൻഡ് മിനിമ dy/dx അല്ലെങ്കിൽ സ്ലോപ്പ് എത്രയാണ്? 0 ആണ്. അപ്പോൾ ഈ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്താൽ മതി. അപ്പോൾ കോസ് എക്സ് മൈനസ് √3 സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എന്താ? 0 ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്യുമ്പോൾ കോസ് എക്സ് ഇസ് ഈക്വൽ ടു √3 സൈൻ എക്സ് എന്ന് വരും അല്ലേ? അപ്പോൾ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു അല്ലേ? ടാൻ എക്സിന് ഒറ്റയടിക്ക് എഴുതാമല്ലോ അല്ലേ? സംശയമില്ലല്ലോ, വേണേൽ എഴുതിക്കോ. സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഇസ് ഈക്വൽ ടു 1/√3 എന്ന് വരും അല്ലേ? കോസ് എക്സ് ബൈ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് അല്ലേ? അപ്പോൾ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? ടാൻ എക്സ് ഇസ് ഈക്വൽ ടു 1/√3. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു 1/√3 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാ? ആലോചിച്ച് നോക്കിയേ, ട്രിഗ്നോമെട്രി നമ്മൾ പഠിച്ച അല്ലേ? ടാൻ എക്സിൻ്റെ വാല്യൂ 1/√3 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 30 ഡിഗ്രി അല്ലേ? 30 ഡിഗ്രി അല്ലെങ്കിൽ π/6 ആണ് അല്ലേ? അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു π/6. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി, നമുക്ക് ഒറ്റ വാല്യൂ കിട്ടിയുള്ളൂ കണ്ടോ? കഴിഞ്ഞ ക്വസ്റ്റ്യന് നമുക്ക് എക്സിന് 2 വാല്യൂ കിട്ടിയിരുന്നു കണ്ടോ? ഈ ക്വസ്റ്റ്യന് നമുക്ക് എക്സിന് 2 വാല്യൂസാണ് കിട്ടിയത്. ക്ലിയർ അല്ലേ? നമുക്ക് ഈ കേസിൽ എക്സിന് ഒറ്റ വാല്യൂ കിട്ടിയുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ ഇത് മാക്സിമം ആയിരിക്കും അല്ലെ ഇത് മിനിമം ആയിരിക്കും. ചില ഫംഗ്ഷൻസിൽ നമുക്ക് ഒറ്റ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ മാക്സിമം ആയിരിക്കും അല്ലേ മിനിമം ആയിരിക്കും. ക്ലിയർ ആണ്? കാരണം ചില ഫംഗ്ഷൻസിൻ്റെ മാക്സിമം വാല്യൂ കാണത്തില്ല, അതെങ്കിൽ ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാക്സിമം വാല്യൂ കാണത്തില്ല. ക്ലിയർ? മിനിമം വാല്യൂ മാത്രമേ കാണത്തുള്ളൂ. ചില ക്വസ്റ്റ്യൻസിൽ മിനിമം വാല്യൂ കാണത്തില്ല, മാക്സിമം വാല്യൂ മാത്രമേ കാണത്തുള്ളൂ. നെഗറ്റീവ് ഗ്രാഫ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ ഇത് മാക്സിമം ആയിരിക്കും അല്ലെങ്കിൽ മിനിമം ആയിരിക്കും. ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലേ? ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ മാക്സിമ, പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ മിനിമം. അപ്പോൾ ചെയ്ത് നോക്കാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിപ്പോൾ d²y/dx² ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതല്ലേ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത വാല്യൂ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു d/dx ഓഫ് കോസ് എക്സ് മൈനസ് √3 സൈൻ എക്സ് അല്ലേ? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ്, പിന്നെ മൈനസ് √3 ഇൻറ്റു സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് അല്ലേ? അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വേറെ കോമൺ എടുക്കാം. മൈനസ് കോമൺ എടുക്കുമ്പോൾ സൈൻ എക്സ് പ്ലസ് √3 കോസ് എക്സ് എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇതാണ് എന്ത്? d²y/dx². ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ഇത് മാക്സിമം ആണ് മിനിമം ആണോ ചെക്ക് ചെയ്യാനായിട്ട് ഇത് എക്സിന് വാല്യൂ പുട്ട് ചെയ്താൽ മതി അല്ലേ? നമുക്ക് എക്സിന് വാല്യൂ കിട്ടിയായിരുന്നു എത്രയാ? π/6 അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സൈൻ π/6 പ്ലസ് √3 ഇൻറ്റു
കോസ് പൈ ബൈ 6 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സൈൻ പൈ ബൈ 6 എത്രയാ 1/2 അല്ലേ. 1/2 പ്ലസ് √3 ഇൻറ്റു കോസ് പൈ ബൈ 6 എത്രയാ കോസ് പൈ ബൈ 6 ദാറ്റ് കോസ് 30 ഡിഗ്രി. കോസ് 30 √3/2 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു √3/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1/2 പ്ലസ് √3 ഇൻറ്റു √3 എത്രയാ √3 ഇൻറ്റു √3 ഈസ് 3 അല്ലേ. ദാറ്റ് ഇസ് 3/2 എന്ന് വരും. ദാറ്റ് ഈസ് 1/2 പ്ലസ് 3/2 അര പ്ലസ് 1/2 അല്ലേ. എത്ര വരുന്നത് 2 അല്ലേ. 2 അല്ലേ വരുന്നത് -2 എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് പോസിറ്റീവോ നെഗറ്റീവോ ഇതെന്താണ് നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് d2y നമുക്ക് d2y/dx² വരെ നെഗറ്റീവ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ എന്താണ് ദിസ് വാല്യൂ ഇസ് മാക്സിമം ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ മാക്സിമയുടെ വാല്യൂ എത്ര കിട്ടി x ഈസ് ഈക്വൽ ടു എത്രയാണ് π/2. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ മിനിമം ഇല്ല മാക്സിമം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് മാക്സിമം ഓഫ് y ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു എത്രയാണ് π/6 ആണ്. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഇതിനെ മാക്സിമം വാല്യൂ ചോദിക്കുകയാണെങ്കിലോ അപ്പോൾ നമ്മൾ ഈ വാല്യൂ പുട്ട് ചെയ്താൽ മതി. ഈ എക്സിൻ്റെ വാല്യൂ ഈ π/2ൻ്റെ വാല്യൂ നമ്മൾ ഈ ഫംഗ്ഷന് പുട്ട് ചെയ്താൽ എന്ത് കിട്ടും ആ ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ കിട്ടും. ഓക്കെ. അടുത്തത് ഫൈൻഡ് ദ മാക്സിമം ഓർ മിനിമം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ. അപ്പോൾ ഇപ്പം മാക്സിമം മിനിമം അല്ല ചോദിച്ചേക്കുന്നത് മാക്സിമം ഓർ മിനിമം വാല്യൂ ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യമേ മാക്സിമം അല്ലെ മിനിമം കണ്ടുപിടിച്ചിട്ട് വാല്യൂ പുട്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക സെയിം മെത്തേഡ് തന്നെ d2y/dx² അല്ലേ. ആദ്യമേ dy/dx ദാറ്റ് ഈസ് ഈക്വൽ ടു d/dx ഓഫ് 25x² പ്ലസ് 5 മൈനസ് 10x അല്ലേ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും സം റൂൾ അല്ലേ. അപ്പോൾ 50x പ്ലസ് 0 എന്നായി പോയത് -10 അല്ലേ. ഇതാണ് എന്ത് dy/dx. ഇനി മാക്സിമം മിനിമം ആകുമ്പോൾ ഈ വാല്യൂ എത്ര ആയിരിക്കും 0 ആയിരിക്കും. ദാറ്റ് ഈസ് അറ്റ് മാക്സിമം ആൻഡ് മിനിമ dy/dx ഈസ് ഈക്വൽ ടു 0 ആണ്. ദെയർഫോർ 50x - 10 അല്ലേ ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും എക്സിൻ്റെ വാല്യൂ 10/50 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി എക്സിൻ്റെ വാല്യൂ 1/5 കിട്ടി. അപ്പോൾ ഇവിടെയും എക്സിൻ്റെ വാല്യൂ ഒറ്റ വാല്യൂ കിട്ടി 2 വാല്യൂ കിട്ടിയില്ല. എക്സിൻ്റെ വാല്യൂ ഒറ്റ വാല്യൂ ആണ് 1/5. അപ്പോൾ ഒന്നേ അത് മാക്സിമം ആയിരിക്കും അല്ലെ അത് മിനിമം ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തേ. അപ്പോൾ d2y/dx² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d/dx ഓഫ് ഇതെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്ത വാല്യൂ ദാറ്റ് ഈസ് 50x - 10 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 50x - x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 50 തന്നെ കിട്ടും അല്ലേ. ഇതെന്താ വാല്യൂ ഇത് പോസിറ്റീവോ നെഗറ്റീവ് ഇത് പോസിറ്റീവ് അല്ലേ അല്ലേ. സെക്കൻഡ് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഡബിൾ ഡിഫറൻഷിയേഷൻ ചെയ്തപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് പോസിറ്റീവ് കിട്ടിയ. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഈ കിട്ടിയ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും മാക്സിമം ആയിരിക്കും മിനിമം ആയിരിക്കുമോ മിനിമം ആണ് അല്ലേ. പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ മിനിമം ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ദിസ് വാല്യൂ ഇസ് മിനിമ അല്ലേ. അപ്പോൾ എക്സ് മിനിമ ഇസ് ഈക്വൽ എത്രയാണ് 1/5 ആണ്. നമുക്ക് എന്താ വേണ്ട നമുക്ക് മിനിമം ആണോ വേണ്ട അല്ല നമുക്ക് മിനിമം വാല്യൂ ആ വേണ്ട അല്ലേ. അപ്പോൾ ഈ വാല്യൂ ഈ മിനിമയുടെ വാല്യൂ ഈ ഇക്വേഷനകത്ത് പുട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ആ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് y ഇസ് ഈക്വൽ ടു 25 ഇൻറ്റു എക്സിന് വാല്യൂ 1/5 എന്ന് പുട്ട് ചെയ്യുക 1/5ൻ്റെ സ്ക്വയർ പ്ലസ് 5 മൈനസ് 10 ഇൻറ്റു എക്സിന് വാല്യൂ 1/5 അല്ലേ. സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 25 ഇൻറ്റു 1/25 അല്ലേ പ്ലസ് 5 പിന്നെ മൈനസ് 10/5 അല്ലേ. 25 ക്യാൻസൽ ആയി പോവും. ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 2 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് y ഇസ് ഈക്വൽ ടു y is equal to 1 plus 5 minus 2 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 - 2 അല്ലേ 4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ വൈൻ്റെ മിനിമം വാല്യൂ എത്രയാണ് 4 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ 4 ആണ്. പിന്നെ അങ്ങോട്ട് വാല്യൂ കൂടത്തേ ഉള്ളൂ. അതാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. മാക്സിമം വാല്യൂ ഇല്ല എന്ന് വെച്ചാൽ എന്തായിരിക്കും മാക്സിമം വാല്യൂ അങ്ങ് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ. അതുകൊണ്ട് മാക്സിമം വാല്യൂ ഇല്ല. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള എന്ത് മാക്സിമ മിനിമ എന്ന് പറയുന്നത്. ഓക്കെ. വേണം ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ചെയ്ത് വീഡിയോ പോസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ ഓഫ് മാക്സിമ ആൻഡ് മിനിമ. ഓക്കെ. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മാക്സിമ ആൻഡ് മിനിമയുടെ വാല്യൂ വേണ്ട അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ dy/dx
ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് വൈൻ്റെ വാല്യൂ എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 6 എന്ന് വരും. ഇല്ല, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? സം റൂൾ അല്ലേ, സം ഓർ ഡിഫറൻസിയേഷൻ റൂൾ, സം ഓർ ഡിഫറൻസ് റൂൾ അല്ലേ. ദാറ്റ് ഈസ് 3x സ്ക്വയർ മൈനസ് 6x എന്ന് വരും അല്ലേ, പ്ലസ് 0 എന്നായിപ്പോൾ. ഇതല്ല ഡി വൈ ബൈ ഡി എക്സ്, 3x സ്ക്വയർ മൈനസ് 6x എന്ന് വരും അല്ലേ. ഇനി മാക്സിമം ആകുമ്പോൾ ഈ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി 0. അപ്പോൾ 3x സ്ക്വയർ മൈനസ് 6x ഇസ് ഈക്വൽ ടു 0. വേണമെങ്കിൽ നമുക്ക് ഇതൊന്നൊരു ഒരു 3 അങ്ങ് കോമൺ എടുക്കാം അല്ലേ. 3 അങ്ങ് കോമൺ എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 6x അല്ല, എക്സ് സ്ക്വയർ മൈനസ് 3 കോമൺ എടുക്കുമ്പോൾ മൈനസ് 2x എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x ഇസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. ആ 3 അങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതൊക്കെ 0 ആയിപ്പോയി. ഇതിന് എക്സ് കോമൺ എടുക്കാം. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഒന്നെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും, അല്ല എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ആയിരിക്കും. ശരിയല്ലേ? കോമൺ എടുത്താൽ പോരെ. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വില എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 0, പിന്നെ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് 2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2. അപ്പോൾ ഇതിൽ ഒരു വാല്യൂ മാക്സിമം ആയിരിക്കും, ഒരു വാല്യൂ മിനിമം ആയിരിക്കും അല്ലേ. അപ്പോൾ ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ഇസ് ദി ആൻസർ, 2 ആൻഡ് 0. ക്ലിയർ അല്ലേ? എക്സിൻ്റെ വാല്യൂ നമുക്ക് 2 എണ്ണം കിട്ടി. അപ്പോൾ ഒന്ന് മാക്സിമം ആയിരിക്കും, ഒന്ന് മിനിമം ആയിരിക്കും. 0, 2 വരുന്ന ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ, ദാറ്റ് ഈസ് 0 and 2. ഇനി ഇതിൽ തന്നെ മാക്സിമം ഏതാ മിനിമം ഏതാന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക? ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി അല്ലേ. ഈ സാധനത്തിന് ഈ കിട്ടിയ വാല്യൂസിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ വാല്യൂ പുട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ പുട്ട് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ മിനിമം മാക്സിമം ആയിരിക്കും, പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ മിനിമം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ത് മാക്സിമം മിനിമം എന്ന് പറയുന്ന ടേം. ഇനി നമ്മുടെ ലാസ്റ്റ് ഒരു ടോപ്പിക്ക്, നമ്മുടെ ഡിഫറൻസിയേഷൻ ടോപ്പിക് മുഴുവൻ കഴിഞ്ഞു. അപ്പോൾ ഫിസിക്സിന് വേണ്ട മൊത്തം ഡിഫറൻസിയേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൊത്തം ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിച്ചത്. നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു, അതിൻ്റെ ലോസ് മൊത്തം പഠിച്ചു, കുറേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. പിന്നെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷന്, ഡബിൾ ഡിഫറൻസിയേഷനും, പിന്നെ ഇപ്പോൾ മാക്സിമം ആൻഡ് മിനിമം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റഗ്രേഷൻ കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബേസിക് മാത്തമാറ്റിക്സ് മുഴുവനും ടോപ്പിക്ക് കഴിയും. ഓക്കെ, സോ അടുത്ത ടോപ്പിക് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചല്ലോ. അപ്പോൾ അത് ഫിസിക്സിൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? കുറേയൊക്കെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? dx/dt അല്ലേ. നമ്മൾ പഠിച്ചാണ് ഡിഫറൻസിയേഷൻ, നമ്മൾ പഠിച്ചാണ്. 2 റേറ്റ് ഉണ്ട്, ആവറേജ് റേറ്റ് ഉണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് എന്ത്? ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് ഫോഴ്സ്, ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എന്തുവാ? ഡിഫറൻസിയേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ഇത് ഇൻസ്റ്റൻറ്റേനിയസ് അല്ലേ. ഇൻസ്റ്റൻറ്റേനിയസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു dx/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ 1 ഡയമെൻഷൻ മോഷൻ പഠിക്കും. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ആക്സലറേഷൻ. സെയിം തന്നെ. ആക്സലറേഷൻ്റെ ഇക്വേഷൻ എന്താ? dv/dt. ശരിയല്ലേ? വേണേൽ ഇതിൽ എക്സിൻ്റെ ടോപ്സ് എഴുതാം, d²x/dt² അല്ലേ. എക്സിനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ആക്സലറേഷൻ കിട്ടുന്നത് അല്ലേ. നമ്മൾ പഠിച്ചാണ് ഡബിൾ ആക്സലറേഷൻ, ഡബിൾ ഡിഫറൻസിയേഷൻ. സോ ഇതാണ് എന്ത്? ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ലോസ് ഓഫ് മോഷനിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ പഠിക്കുന്നുണ്ട്. F ഇസ് ഈക്വൽ ടു dp/dt. അപ്പോൾ അതും ഡിഫറൻസിയേഷൻ്റെ ഫംഗ്ഷൻ അല്ലേ. മൊമെൻറ്റത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും. ക്ലിയർ ആണല്ലോ? അടുത്തത് ഇതെന്തുവാ? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. അപ്പോൾ 1 ഡയമെൻഷൻ മോഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ന്യൂട്ടൺ സെക്കൻഡ് ലോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ലോപ്പ് അല്ലേ. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനവും ഡിഫറൻസിയേഷൻ തന്നെ അല്ലേ. ടാൻജൻറ്റിൻ്റെ സ്ലോപ്പൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ അല്ലേ. ഗ്രാഫിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, കാണാത്തവർ. നമ്മൾ സ്ലോപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാണ്. നമ്മൾ സീക്കൻഡ് വരച്ചായിരുന്നു, ടാൻജൻറ്റ് നമ്മൾ വരച്ചായിരുന്നു. സീക്കൻഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സീക്കൻഡിൻ്റെ സ്ലോപ്പ് ആണെങ്കിൽ സീക്കൻഡിൻ്റെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? Δy/Δx അല്ലേ.
നമുക്ക് 2 പോയിന്റ്സ് അറിയാവുന്നുണ്ടെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് വാല്യൂ. ഇത് ഏത് റേറ്റ് ആയിരിക്കും? ഡെൽറ്റ വരുന്ന റേറ്റ് ഏതാ? ആവറേജ് റേറ്റ് അല്ലേ. അതേസമയത്ത് ഒരു പോയിന്റിൽ നമ്മൾ ടാൻജന്റ് വരച്ചിട്ടാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇക്വേഷൻ എന്താ? dy ബൈ ഡി എക്സ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഡിഫറൻസിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത ആപ്ലിക്കേഷൻ എന്തുവാ? അടുത്ത നമ്മളിപ്പോൾ പഠിച്ച സാധനം എന്തുവാണ്? മാക്സിമ ആൻഡ് മിനിമ അല്ലേ. ഒരു ഫംഗ്ഷനിൻ്റെ മാക്സിമ അല്ലെ മിനിമ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എന്താണ്? ഡിഫറൻസിയേഷൻ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ, ഫോഴ്സ്, സ്ലോപ്പ്, മാക്സിമം, മിനിമ. പിന്നെ വേറെ കുറേ സാധനമൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാ ഇക്വേഷനൊന്നും എഴുതുന്നില്ല, ജസ്റ്റ് ഞാൻ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് മിക്ക ചാപ്റ്റേഴ്സിൽ നമ്മൾ ഈ ഡിഫറൻസിയേഷൻ ടേം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇനി നമ്മുടെ അടുത്ത വീഡിയോ ഇൻറ്റഗ്രേഷൻ്റെ വീഡിയോ ആയിരിക്കും. ആ ഒരു ടോപ്പിക്ക് കൂടി കഴിഞ്ഞാൽ നമുക്ക് ബേസിക് മാത്തമാറ്റിക്സ് നമ്മുടെ ടോപ്പിക് കഴിയും. പിന്നെ നമ്മൾ ഫിസിക്സിലേക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് അങ്ങ് കയറും. ദാറ്റ് ഈസ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. ഓക്കെ. സോ നമുക്ക് നോക്കാം. സോ താങ്ക് യു.